ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും അൽഹംദുലില്ലാ റാഹത്താണ്. സൗദിയിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ്. ഇതിൻ്റെ മുന്നേ എയർപോർട്ട് വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ പോയി കാണാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഏകദേശം റൂമിൻ്റെ ക്ലീനിങ്ങും അതുപോലെ സാധനങ്ങൾ ഒതുക്കലും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. ലാസ്റ്റ് വീക്ക് വർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇന്നൊരു ഫ്രൈഡേ കുറച്ചൊരു ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഞങ്ങൾ ജുമ്മ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹാരിഫ് ഖാൻ്റെ കസിൻ ഉണ്ട്, ജിദ്ദയിൽ തന്നെയാണ്. അപ്പോൾ അവരെ ഫാമിലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം അവരൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ റാഹത്തായിട്ട് ഫുഡെല്ലാം കഴിച്ചു. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈവനിങ് എല്ലാവരും കൂടി ഒന്ന് ഇറങ്ങി. ഏതെങ്കിലുമൊക്കെ പാർക്കിലേക്ക് പോകാമെന്ന് കരുതിയിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവരുടെ റൂമിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പം ജസ്റ്റ് അടുത്തുള്ള പാർക്കിലേക്ക് പോയിരിക്കുക, കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു ഇറങ്ങിയത്. പക്ഷെ പോകുന്ന വഴി അവിടെ ഒരു കാണിവൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ മക്കൾക്കും അടിപൊളിയായിരിക്കുമല്ലോ, അങ്ങനെ കരുതിയിട്ട് കയറിയതാണ്. പക്ഷേ അവിടെ കയറി കഴിഞ്ഞതിന് ശേഷം മനസ്സിലായത് കിഡ്സിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് വലിയ ആൾക്കാരായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഹാരിഫ് ഖാനും നൈമും. ഇവർക്ക് രണ്ടാൾക്കുമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഔട്ടിങ് മുതലായത്. അത് പിന്നീട് നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ ഞങ്ങൾ ലേഡീസ് ആയതുകൊണ്ട് തന്നെ നേരെ ഞങ്ങൾ ഫാൻസിയും അങ്ങനത്തെ സെക്ഷനിലേക്കൊക്കെ പോയി. ഇവിടെ നെയിം അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ്സും ചെയിൻസും ഒക്കെ കൊടുക്കുന്ന സ്റ്റാളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഏത് ലാംഗ്വേജിലുള്ളതും അവർ ലൈവായിട്ട് ചെയ്തു തരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ, ബ്രേസ്ലെറ്റ് എടുക്കണോ ചെയിൻ എടുക്കണോ എന്ന്. ഏതായാലും പിന്നെ കുറേ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിനൊക്കെ ശേഷം ഞങ്ങൾ ബ്രേസ്ലെറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ അതെല്ലാം എടുത്തു. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ റിംഗ് കളക്ഷൻസ്, അതുപോലെ ബ്രേസ്ലെറ്റ്സിൻ്റെ സെറ്റൊക്കെ അല്ലേ, ഒരു 3 to 4 സെറ്റൊക്കെ വരുന്ന അങ്ങനത്തെ സെറ്റ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഓരോന്നും കാണാൻ കേട്ടോ. പിന്നെ സ്വീറ്റ്സിൻ്റെ സെക്ഷൻ എത്തിയ ടൈമിൽ ഹാരിഫ് ഖാൻ എല്ലാം മോളെ തിരിച്ച് നിർത്തുക കേട്ടോ. കാരണം ഇവിടെ വന്നതിൻ്റെ ശേഷം മിഠായി കഴിക്കൽ ആൾക്ക് നല്ല കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കയ്യിലൊരു മിഠായി പിടിച്ചിട്ടാണ് വേറെ വേണമെന്നും പറഞ്ഞിട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വീറ്റ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ്. നമ്മളെ നാട്ടിലൊക്കെ കാണാത്ത കുറേ വെറൈറ്റി സ്റ്റോൾസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നായിരുന്നു ഈ സ്പൈസസിൻ്റെ സ്റ്റോള്. അതുപോലെ ഈ പെർഫ്യൂംസിൻ്റെ അങ്ങനത്തെ ഒക്കെ സ്റ്റാൾസ് പൊതുവേ കുറവല്ലേ ഉണ്ടാവല്. അങ്ങനത്തെ ഒക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ കുറച്ച് നേരം സ്റ്റാൾസൊക്കെ കണ്ടു. അതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ കിഡ്സിനൊക്കെ ഒന്ന് കയറ്റാമെന്ന് കരുതിയിട്ട് പോയി പ്ലേ ഐറ്റംസിലൊക്കെ. പക്ഷേ അവിടെ എത്തിയ ടൈം ആയപ്പോഴേക്കും ഓരോ മൂഡൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ കരച്ചിലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് കയറണ്ട എന്നുള്ളൊരു മൈൻഡിലേക്ക് വന്നു കേട്ടോ ഈ ഐറ്റംസൊക്കെ കണ്ടപ്പം. ഇവിടെ ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ കൂടുതലും മോളുടെ ഏജിന് പറ്റിയതായിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് പറ്റാത്ത ഐറ്റംസിൽ കയറാനായിരുന്നു താല്പര്യം. പിന്നെ നമ്മൾ കാണിക്കണമൊന്നും നോക്ക് പറ്റുന്നുമില്ല. അപ്പം അതിൻ്റെ ചെറിയൊരു വാശിയൊക്കെ ഉണ്ട് ആൾക്ക്. നെയ്മൂന് 2 ബോയ്സാണ്. അതിൽ രണ്ടാമത്തെ ആൾ പറ്റ ചെറുതാട്ടോ, കുഞ്ഞു ബേബിയാണ്. അപ്പം ഞങ്ങളതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറിയിരുന്നു. അപ്പോഴേക്കും മക്കളിപ്പോൾ ഏതായാലും കുറച്ച് നേരത്തിന് കളിക്കുന്നില്ല എന്നുള്ള മൂഡിലല്ലേ. അപ്പം അവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ഒരു ഐറ്റത്തിൽ കയറാനുള്ള പരിപാടിയാണ്. ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു കേട്ടോ കയറുമ്പോഴൊക്കെ. തിരിച്ച് വരുമ്പോഴുള്ള അവസ്ഥ നമുക്ക് കാണാം. അപ്പോൾ ഇതാ ഈ കാണുന്ന ആളാണ് നെയ്മു. ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ID നെയ്മു CK എന്നാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കിട്ടോ. ആൾക്ക് ഫോളോവേഴ്സൊക്കെ കുറവാന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ രണ്ടാളും കൂടി ആ ഒരു ഐറ്റത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ടിക്കറ്റൊക്കെ എടുത്തു. രണ്ടാളും കൂടിയിട്ട് കയറി. ആദ്യമൊക്കെ ഇതുപോലത്തെ എക്സിബിഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ യന്ത്രൂഞ്ഞാലില്ലേ, പല നാട്ടിൽ പല പേരാണെന്നറിയാം. എൻ്റെ മാമീൻ്റെ നാട്ടിലൊക്കെ ആകാശത്തൊട്ടിൽ എന്നാട്ടോ പറയുക. കണ്ണൂരാണ് മാമീൻ്റെ വീട്. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഇങ്ങനത്തേലൊക്കെ കയറാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് എന്താ അറിയില്ല, ഇങ്ങനത്തേലൊക്കെ കയറുമ്പം ആകെ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയും ഒരു ഡിസിനസ്സും ഒക്കെ വരും. അതുകൊണ്ട് പിന്നെ ഞാൻ വല്ലാതെ കയറാൻ നിന്നില്ല. ഇവർ രണ്ടാളും കൂടി കയറി പോകാനുള്ള പരിപാടിയാണ്. ഇത് കേൾക്കുമ്പോൾ മിക്കവാറും നിങ്ങൾ പറയും ഇത് ഇനി യന്ത്രൂഞ്ഞാലല്ലല്ലോ എന്ന് പറയും. എനിക്ക് ഈ ഐറ്റത്തിൻ്റെ നെയിം അറിയാത്തതുകൊണ്ടാണ് ഞാനൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാട്ടോ. പക്ഷേ സംഭവം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ, ലൈറ്റ്സും അതൊക്കെ വെച്ചിട്ട്. പക്ഷേ മുകളിലിരിക്കുന്നവർക്കേ അറിയുള്ളൂ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന്. ഇതുപോലത്തെ അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്കിത് കാണുമ്പോൾ തന്നെ കണ്ണൊക്കെ എന്തൊക്കെയോ ആവുകയാണ്.
നെയ്മൂന് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ആർഫ്ക്കാക്ക് ചെറുതായിട്ട് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ഓരോന്നിലൊക്കെ കയറിപ്പോയി. പിന്നെ വല്ല ഷോ ഓഫൊക്കെ അത്ര അടിപൊളി ആയതുകൊണ്ട് തന്നെ രണ്ടാളും പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ ഒരു ടൈമിലാണ് അവിടുന്ന് നല്ല ഒച്ചപ്പാടൊക്കെ കേൾക്കണം കേട്ടോ. നോക്കുമ്പോൾ ദാ രണ്ടാൾക്കാർ ഇതിൻ്റെ ഈ ഒരു ഐറ്റത്തിൽ കയറിയിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിങ്ങനെ തലതിരിഞ്ഞ് പോണത് കാണുമ്പോഴേ എന്തോ ആവുന്ന. കുറച്ച് നേരം പിന്നെ എല്ലാവരും ശ്രദ്ധയും അവരിലേക്കായിരുന്നു കേട്ടോ. ഇതുവരെ വന്നിട്ട് മക്കളെ എന്തിലെങ്കിലും ഒന്ന് കയറ്റണ്ടേ, എങ്ങനെ പറഞ്ഞിട്ടും മോള് കേൾക്കുന്നില്ല. അങ്ങനെ പിന്നെ നെയ്മൂൻ്റെ മോനെ കയറ്റി. ആൾക്ക് കയറുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് ഒന്നും ഇല്ലാതെ കുറച്ച് നേരം ഇരുന്നു. അതിൻ്റെ ശേഷം പിന്നെ നിർത്താനൊക്കെ പറയുന്നുണ്ട്. അത് നിർത്തൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആകെ സങ്കടം വന്നു, കരച്ചിലായി. ഇനി ഞാൻ കുരുത്തക്കേടൊന്നും കളിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഒച്ചപ്പാടായിരുന്നു കേട്ടോ. ആളെ ഫേസൊക്കെ നോക്ക്, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ മാറണത്. ആകെ സങ്കടം വന്നിട്ട് ആൾ കുറച്ചൊരു നോട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നോട്ടെ എന്നുള്ള ലെവലിലായിരുന്നു കേട്ടോ നെയ്മു. കാരണം ഈ ടൈമിൽ എന്ത് പറഞ്ഞാലും ആന്നേ പറയണുള്ളൂ. അതുകൊണ്ട് നമുക്ക് പിടിച്ചിരുത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. എന്ത് പറഞ്ഞാലും കേൾക്കുന്നുമുണ്ട് ആൾ. ഭാഗത്ത് അടങ്ങിയിരിക്കാത്ത ആൾ ഇത്ര പാവമായിട്ടിരിക്കുന്ന കണ്ടിട്ട് നിഷിക്കൊന്ന് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ആളെ ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവണത് കേട്ടോ. അതുവരെ ഫുള്ള് സങ്കടം പിടിച്ച് എന്തോ ഒരവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ഫുഡ് സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. എല്ലാം കഴിഞ്ഞു. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നാളെ ഓഫീസ് ഉള്ളതല്ലേ, അതുകൊണ്ട് ഞങ്ങളിതാ ഒരു ബായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാം കേട്ടോ. ഏതായാലും ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. നമ്മൾ വിചാരിക്കാതെ കുറേ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വ്ലോഗായിട്ട് കാണാം.